Today's word of God is from Mark chapter 12, 30-31. The greatest commandment. You shall love the Lord your God with all your heart, with all your soul, with all your mind, and with all your strength. The second is this: you shall love your neighbor as yourself. There is no other commandment greater than this. Jesus gave the greatest commandment when a scribe asked him which commandment was the most important. Jesus taught that true devotion to God must involve the whole person, heart, soul, mind, and strength, so that love for God becomes complete and undivided. Jesus then added the second commandment: you shall love your neighbor as yourself. By linking these two commandments, Jesus demonstrated that genuine love for God must be shown through care, respect, and compassion for others. The passage teaches that the foundation of the Christian life is wholehearted love for God, shown through sincere love for one's neighbor. Amen. ഇന്നത്തെ വചനവായന വിശുദ്ധ മർക്കോസ് ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ. സുപ്രധാന കൽപ്പനകൾ. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന: നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതെ, ദൈവം സ്നേഹം തന്നെയാണ്. യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു: ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, എനിക്ക് സമനായി ആരുണ്ട്? അവർ ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര്? ഇനി എന്തു സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നത ശില എൻ്റെ അറിവിലില്ല. ഈശോ തന്നെ മരുഭൂമിയിൽ പരീക്ഷിച്ച പിശാചിനോട് പറഞ്ഞു: നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിൽ പരസ്നേഹത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. കർത്താവേ, അങ്ങയുടെ നാമം എത്ര മഹനീയം! മഹത്വവും ബഹുമാനവും കൊണ്ട് മനുഷ്യമക്കളെ മകുടമണിയിച്ച കർത്താവേ, അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ പാലിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. വിശുദ്ധിയായ സെന്റ് എഫ്രേസിയ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവേ മരിയ. പ്രൈസ് യു ജീസസ്. ആമേൻ.